രേണു സുധിയുടെ ഒരു ഡ്രാമ കാണാം. എനിക്കൊന്ന് മാർക്കറ്റൊക്കെ നല്ലതായിട്ട് ഇടിയുന്ന ഒരു ലക്ഷണം ഉള്ളത് കൊണ്ട് പുള്ളിക്കാരത്തി പുതിയൊരു ഐറ്റം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏതായാലും ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ശവശരീരം കാണാൻ പറ്റില്ല, ശവകുടീരം കാണാൻ പോകുമ്പോഴും ക്യാമറയും കൊണ്ട് പോകുന്ന ഒരു പ്രത്യേക തരം ആ സംഗതി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സൂചന ഒരു ചാനൽ തുടങ്ങിയാണ് രേണു സുധി. അത് അതിൻ്റെ കമൻസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞു പോയി. കാരണം അത്രയ്ക്ക് സൂചന സ്നേഹിക്കുന്നവരാണ് എനിക്ക് സപ്പോർട്ടുള്ളത്. ഞാൻ സൂചനയുടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കരയില്ലാന്ന്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ സൂചന നല്ലതായിട്ട് വിഷമിക്കും. ഇവിടെ നിന്ന് കരയത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ വന്നത്. ഹലോ, ഇന്ന് എൻ്റെ ഒരു പുതിയ വ്ളോഗുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് രേണു സുധി ഒഫീഷ്യൽ ചാനൽ. വേറെ ഒന്നുമല്ല, ഞാൻ അവിടെ വരുമ്പോൾ കാണിക്കാം ആരുടെ പോകുന്നത്. ഈ വഴി മേ ബി ചിലപ്പം ചിലർക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും പരിചയമുള്ള ഒരു വഴി തന്നെയാണ്. കുറേ ഒരു അപ്പം ഇപ്പം മനസ്സിലാവും ഞാൻ എവിടെയാണ് വന്നതെന്ന്, ആരെ കാണാനാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. സൂചന കാണാൻ വന്നതാണ്. ഇവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ സൂചനയുടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കരയില്ലാന്ന്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ സൂചന നല്ലതായിട്ട് വിഷമിക്കും. ഇവിടെ നിന്ന് കരയത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ വന്നത്. അപ്പം പറയാൻ വന്ന വേറൊന്നുമല്ല, എൻ്റെ ഒരു ചാനൽ തുടങ്ങിയാണ് രേണു സുധി. അത് അതിൻ്റെ കമൻസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞു പോയി. കാരണം അത്രയ്ക്ക് സൂചന സ്നേഹിക്കുന്നവരാണ് എനിക്ക് സപ്പോർട്ടുള്ളത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഈ മുമ്പിൽ വന്ന് ഏട്ടൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവരൊറ്റ കാരണത്താലും പിന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. എന്നെ കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നോട് ഒരു വാക്കേ പറയുന്നുള്ളൂ, കരയരുതെന്നാണ് എൻ്റെ ഉള്ളിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ കണ്ണുനീരൊക്കെ വറ്റി വരേണ്ട അവസ്ഥയാണ് 2 വർഷമായിട്ട്. ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ആ നെഗറ്റീവ്സ് ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ചാനൽ ആരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യില്ലെന്നാണ്. ആരും തന്നെ കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഓർത്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ സൂചനയെ സ്നേഹിക്കുന്നവർ എല്ലാവരും എൻ്റെ ചാനലിൽ ഭയങ്കര സപ്പോർട്ട്. ഞാൻ കരയില്ല, കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം. ഞാൻ വീട്ടിൽ പോയി എനിക്ക് പിള്ളേരും എല്ലാവരും ഉണ്ട്. ഏട്ടൻ ഇവിടെ തന്നെയല്ലേ, അപ്പോൾ ഏട്ടന് വിഷമമാകും ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ കരയാത്തത്. ഏട്ടനെ വിഷമിച്ച് ഏട്ടൻ്റെ ആത്മാവിനെ വിഷമിച്ചിട്ട് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ ആത്മാവ് ഒരുപാട് വിഷമിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കരയില്ല. സൂചേട്ടാ, നിങ്ങളുടെ വാവുട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോവാം, നിങ്ങൾ പറയുന്ന പോലെ തന്നെ. സോ സൂചേൻ്റെ ഓർമ്മകളെന്ന് വെച്ചാൽ ഒരിക്കലും സൂചേൻ്റെ ഓർമ്മയ്ക്ക് മരണമില്ല. എനിക്ക് ഇന്നലത്തെ പോലെ തന്നെ ഒരു ജൂൺ 5 എന്ന് പറയുന്ന ദിവസം എന്നെ ഏട്ടൻ വേർപെട്ട ദിവസം ഇന്നലത്തെ പോലെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അറിയാം, ഏട്ടൻ ഉറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്ന് കരഞ്ഞ ഏട്ടനെ ശല്യം ചെയ്യാനില്ല. കാരണം ഏട്ടൻ ജീവനോടുള്ളപ്പം ഏട്ടൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 1 മണിക്കൂർ ആവട്ടെ 1 മണിക്കൂർ തന്നെ ഉറക്കടി. കാരണം ഞാൻ പിള്ളേർ ശല്യം ചെയ്യുമായിരുന്നു. വാ പിള്ളേരാണ് കളിക്കാൻ വാ, അല്ലെങ്കിൽ കിച്ചു ഞാനാണ് നമുക്ക് പുറത്ത് പോകും. അപ്പോൾ ഏട്ടൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, 1 മണിക്കൂർ ഉറങ്ങി എനിക്ക് തലയ്ക്ക് വിളവ് പരിപാടി. എൻ്റെ ഷൂട്ടൊക്കെ ഞാൻ ശീലിച്ച് വരുന്നുണ്ട്. അങ്ങനെ സൂചന ശല്യം ചെയ്യുന്നത് സൂചന ഇഷ്ടമല്ല. സോ ഏട്ടൻ സമാധാനത്തായിട്ട് ഉറങ്ങട്ടെ. ഞാൻ ഇവിടെ വന്ന് കരഞ്ഞെന്നല്ല വിളിച്ച് ഏട്ടനെ വിഷമിക്കുന്നില്ല. എൻ്റെ മനസ്സിലെന്നും സൂചന ഉണ്ടാവും. ജീവനോടുള്ളപ്പോൾ ഏട്ടൻ ഏറ്റവും കൂടുതൽ വഴക്ക് വിളിച്ചിട്ടുള്ളത് ഞാൻ ഫുഡ് കഴിക്കാത്തതിനും ഞാൻ കരയുന്നതിനുമാണ്. സൂചന നന്നായിട്ട് ദേഷ്യം വരുമായിരുന്നു. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ നല്ല വഴക്ക് പറയായിരുന്നു തന്നെ. അവിടെ കരയരുത്, നിന്റെ കണ്ണ് നിറയരുത്. ദുനിയാവിലെ ആ പാവപ്പെട്ടവനിക്ക് സ്വസ്ഥതയില്ല. അവിടെ ചെന്നും കുഴപ്പമാണ്, അവനെ അവിടെ കിടക്കാനും സമ്മതിക്കത്തില്ല. ഞാനിത് എടുക്കാനുള്ള വിഷയം എന്താണെന്ന് അറിയാമോ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറേയധികം പേര് ഏതോ ഒരു മതിമോൾ UK ഇരുന്നു കൊണ്ട് സപ്പോർട്ട് പറയുന്നു. പിന്നെ ആരൊക്കെയോ കുറേയധികം പേര് ഒരു വിധവയല്ലേ, അവരെ വഴിക്ക് വിടൂ, അവരെ ജീവിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻസ് വരുന്ന കണ്ടിട്ടുണ്ട്. ഹലോ, ലോകത്ത് ആദ്യത്തെ വിധവയല്ല അവർ. ഒരുപാട് പേര് വിധവ തന്നെയാണ്. അങ്ങനെ ജീവിക്കുന്നവരെല്ലാം ഇതുപോലെ പേക്കൂത്ത് കാണിക്കുന്നുമില്ല. ഇപ്പോൾ കണ്ട ഒരു സംഗതി അതൊന്ന് കണ്ടിട്ട് വരാം. ലിപ് ലോക്കിന് നീ സ്ക്രിപ്റ്റ് പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു, നീ പറഞ്ഞല്ലോ. അല്ല ഞാൻ ചോദിച്ചത് ലിപ് ലോക്കിന് നീ സ്ക്രിപ്റ്റ് പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു, നീ പറഞ്ഞില്ലേ? വീഡിയോ എടുക്കില്ല. നമുക്ക് നമ്മൾ സ്ക്രിപ്റ്റിൽ പറയാത്ത കാര്യം നമുക്ക് പറ്റില്ല. ഒരു വള്ളയിലെത്തുന്നില്ലേ? ഒരു വള്ളയിലായിരുന്നോ?
നിങ്ങൾ എനിക്ക് അഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇതില്ല. ഇത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഉണ്ടാക്കിയെടുത്തൊരു സംഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ലിപ്പ് ലോക്ക് എന്ന ഒരു സംഗതിയുടെ പേരിലാണ് അവിടെ അടിയും കുത്തും നടക്കുന്നത്. അവൾ ലിപ്പ് ലോക്കിന് തയ്യാറല്ല എന്ന്. ആരെയായി പറ്റിക്കുന്നത്? ഈ ഗ്ലാസ് ഫോമുള്ള ഒരു സംഗതി ഫ്രണ്ടിൽ വെക്കും, എന്നിട്ടാണ് ഈ ലിപ്പ് ലോക്കൊക്കെ എടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് എടുക്കുന്നത്. അപ്പോൾ ഇത് പരസ്പരം അത്രയും ഇഴുകി ചേരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ സിസ്റ്റമൊക്കെ അങ്ങനെയാണ്. എഐയുടെ കാലത്ത് ഇതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ താൻ പതിവ്രതയാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേകതരം കുനാഫിക്കേഷൻ അവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഇതൊന്നും പോരാതെ കുറേ ചാനലുകാരുമായി ചേർന്നിട്ടുമുണ്ട്. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യൂ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വ്യൂ കിട്ടാൻ വേണ്ടി കാണിക്കുന്ന കുറേ ഗിമിക്കുകൾ മാത്രമാണ് രേണു ഈ കിടന്ന് കാണിക്കുന്നതൊക്കെ. ആരൊക്കെ പറഞ്ഞിരുന്നാലും ഒരു കാര്യം പറയാം, ഒരു സാധാരണ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അവർ കാണിക്കുന്ന പേക്കൂത്തുകളല്ല ഈ സ്ത്രീ കാണിക്കുന്നത്. അവർക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, സമ്മതിച്ചു. നമ്മളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ചേർന്ന് അവർക്കൊരു വീടും വെച്ച് കൊടുത്തു. അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. എത്രയോ പേര് സിനിമാ ഫീൽഡിലുണ്ട്. വേറെ ഒരു പ്രൊഫഷനും തിരഞ്ഞെടുക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടുമില്ല. ശരി, സിനിമാ ഫീൽഡ് തന്നെ. ഒരു ബൈ ബർത്തെ ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, ആയിക്കോട്ടെ, ഭയങ്കര അഭിനയമാണ്, അതും ആയിക്കോട്ടെ. പക്ഷെ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നിടത്ത് ഇതുപോലെ നെഗറ്റീവ്സ് വരും. ആ നെഗറ്റീവ്സ് പറയുന്നവരെല്ലാം അങ്ങ് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും നെഗറ്റീവായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ടല്ലേ ഇത് കേൾക്കേണ്ടി വരുന്നത്. ഒരു പൊടിക്ക് ഒരു 50 പൈസയ്ക്ക് അടങ്ങിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർത്തും പരാജയപ്പെട്ട ഒരു വൃത്തിയായിട്ടാണ് എനിക്ക് ഈ സ്ത്രീയെ കണ്ടിട്ടുള്ളത്. സത്യമായിട്ട് ഒരു പൊടിക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സാധനമല്ല. ഒന്നാമത്തെ കാര്യം, ഇവരൊരു പൊടി പയ്യനുമായിട്ട് കിടന്ന് കാണിക്കുന്നത്, അവരുടെ ഏജ് അല്ല പ്രശ്നം. ആ കാണിക്കുന്ന സിനാരിയോസ് അത് തീർച്ചയായിട്ടും ആരോ ഒന്നുകിൽ ഇവരെ കൊണ്ട് ചുടിചോറ് വാരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇവർ തന്നെ ഫണ്ട് ഇറക്കിയിട്ട് ആരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നു. ഇത് കാണുന്നവർ തിരിച്ച് പറയും, കളിയാക്കും എന്നുള്ളൊരു കോമൺ സെൻസ് ഉണ്ടാകും. അത് കേട്ടിട്ട് വീണ്ടും വീണ്ടും തകർന്ന് ഇതുപോലുള്ള പേക്കൂത്തുകൾ വീണ്ടും കാണിച്ച് സുധിച്ചേട്ടൻ്റെ സപ്പോർട്ടിന് വിളിച്ചാൽ ഇനി ആ പരിപ്പ് വേഗമൊന്നും എനിക്ക് തോന്നുന്നില്ല. സുധിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇനി കൂടുതൽ പിടിച്ചു നിൽക്കാമെന്ന് ഈ പെണ്ണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ സുധിയോട് പോലും വെറുപ്പ് തോന്നുന്ന രീതിയിലാണ് ഈ പെണ്ണിൻ്റെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വളരെ മോശമെന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വീണ്ടും ആ പഴയ ഡ്രാമയൊക്കെ ഒന്നും കൂടെ കൊണ്ടുവന്ന് കാണിച്ച് പൊലിപ്പിച്ച്, പിന്നെ കുറേ അന്തങ്ങളുണ്ട്, ഒരു രക്ഷയുമില്ലാത്ത അന്തങ്ങളാണ്. നമ്മളെപ്പോലെയാണ് അവൾ എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കാൻ ഞാൻ ആര് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കുറ്റമാണോ എന്ന് വെച്ചാൽ ജോലി ചെയ്ത് ജീവിക്കണം. അത് പറഞ്ഞല്ലോ, എത്രയോ പേര് ഇതിനെക്കാട്ടി സിനിമാ ഫീൽഡിൽ വന്നിട്ടുണ്ട്, പലരും ബിക്കിനി ഇട്ടുകൊണ്ട് അഭിനയിക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പലയിടങ്ങളിലും ആ പെങ്കൊച്ച് കൈവിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. പേഴ്സണലി എൻ്റെ പ്രശ്നം ഞാൻ കണ്ടപ്പോൾ എനിക്കതാണ് പറയാൻ തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ ആര് എന്ത് രീതിയിൽ സപ്പോർട്ട് പറഞ്ഞാലും എനിക്കിതിൽ നിന്നൊരു മാറ്റിയൊരു അഭിപ്രായമില്ല. രേണുസുധി കാണിക്കുന്നത് പക്ക ഫ്രോഡുലൻ്റാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയായിട്ടാണ് നമ്മൾ അവരെ അംഗീകരിക്കുന്നത്. ആ വ്യക്തിക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നിറഞ്ഞു നിൽക്കണം സോഷ്യൽ മീഡിയയിൽ. അത് നെഗറ്റീവ് പബ്ലിസിറ്റി അല്ല, അത് ബാധിക്കപ്പെടുന്നത് ആ കുട്ടിക്കും കൂടെയാണ്. ആ കുഞ്ഞ് തല കുമ്പിട്ടിട്ടുണ്ട് പലയിടങ്ങളിലും. ഇനിയും നിർത്താതെ വീണ്ടും ഈ ഡ്രാമയും കൊണ്ട് ഇറങ്ങുന്നത് താനെന്തോ മഹാസംഭവമാണെന്ന് തോന്നിയിട്ടാണ്. അതൊക്കെ നല്ലതാണ്, സെൽഫ് കോൺഫിഡൻസ് നല്ലതാണ്. പക്ഷെ ഓവർ കോൺഫിഡൻസ് പ്രശ്നമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക, അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിഷയം എടുക്കില്ല എന്ന് വെച്ചാലും ചിലത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞു, കമൻസ് ഒന്നും പറയാൻ വയ്യ. ഫേസ്ബുക്കിൽ പിന്നെ ഓരോന്നൊക്കെ എഴുതി വയ്ക്കുന്നത് കണ്ടാൽ സഹിക്കാൻ പറ്റുന്ന കമൻറ്റിൽ ഇത് കാണുന്നില്ലേ എന്താ ആർക്കറിയാം.